ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു ക്രിസ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ ഇൻട്രോ ഒക്കെ ഞാൻ മറന്നുപോയി എന്നാണ് സത്യം പറഞ്ഞാൽ. വലിയ ഇൻട്രോ ഒക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇൻട്രോ ഒന്ന് മാറണം. ഇൻട്രോ മാറാൻ ടൈം ആയിട്ടുണ്ട്. അത് ആ ഒരു സീക്വൻസിലായിരുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് പറയും. ഇൻട്രോ മാറണോ മാറണ്ടേ? എന്തായാലും ഇപ്പോൾ തൽക്കാലം ആ ഇൻട്രോയിൽ തന്നെ പോകാം. ഹേ 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 ലോകമെമ്പാടുമുള്ള എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനും ഡി വ്ളോഗ്സിൻ്റെ ക്രിസ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 22ാമത്തെ വ്ളോഗാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഇല്ലാത്ത ആ ഒരു അവസ്ഥയായിരുന്നെങ്കിലും പിന്നെ വേറെ കുറച്ച് പരിപാടികളുടെ ഇടയിൽ പെട്ടുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല. ലാസ്റ്റ് വ്ളോഗ് ഇട്ടത് ഓണത്തിനാണ്, പിന്നെ ഇപ്പോഴാണ് വ്ളോഗ് ഇടുന്നത്. ഇത്രയും ഗ്യാപ്പ് വന്നു. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്രിസ്മസ് ആണ്. ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഔട്ടിംഗ് വ്ളോഗ് എടുക്കാമെന്ന്, ക്രിസ്മസ് ഡേ വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മൊത്തം ക്രിസ്മസ് എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടണേ, അതായത് വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കണതല്ല, എന്തെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യണ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വ്ളോഗായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നിപ്പം പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി 7 മണിയുടെ കുർബാന ഉണ്ട്, അത് കണ്ട് തിരിച്ച് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യം പള്ളിയിൽ പോയി കുർബാന കാണട്ടെ. നിങ്ങൾ കുർബാന അവിടെ തീരും, ഞാൻ എപ്പോഴെത്തില്ല. വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഏയ് ഗൈസ്, അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം എൻ്റെ മുണ്ടൂർ പള്ളിയിലാണ്, SUC. ഇവിടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ സെറ്റാണ്. പുൽക്കൂട്, മരം, ട്രീ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. ഞാനൊന്ന് കുർബാന കണ്ടിട്ട് വരാം. കുർബാന കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് കിടക്കാം കേട്ടോ. ഓക്കെ ബൈ ഗൈസ്. അപ്പം ഞാൻ തിരികെ വീട്ടിലെത്തി. പള്ളിയിൽ പോയി അത് കണ്ട് കഴിഞ്ഞ് എത്തി. അവിടെ ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരു സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ വരുന്നുണ്ട്, ഈ മാസം അവസാനം പെരുന്നാൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള എനിക്കുള്ള പെരുന്നാൾ വരുന്നുണ്ട്. S3 സെം എക്സാമൊക്കെയാണ്. കുറച്ചാണ് വീണ്ടും വ്ളോഗ് എടുത്തിട്ട് ഈ ഏരിയയിലേക്ക് കടന്നിട്ട് കുറച്ചാണ് ടൈം കിട്ടുണ്ടായിരുന്നില്ല. ടെക് ഫെസ്റ്റ്, ഈ ഫെസ്റ്റ് പറഞ്ഞിട്ട് തീരെ ടൈം കിട്ടാറില്ല. നൗ ഇറ്റ്സ് ക്രിസ്മസ് വ്ളോഗ്. വെക്കേഷൻ വന്നിട്ട് ഇപ്പോൾ ഒരു വ്ളോഗ് എടുത്തേക്കാണ്. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ഒരു വ്ളോഗായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഇന്ന് കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് ഒരു വ്ളോഗ് എടുക്കാൻ തന്നെ വിചാരിച്ചു. നൗ ഐ ആം ബാക്ക്. വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഞാൻ ഇത് കിട്ടണമെന്ന് കിടന്ന് തുടങ്ങി. കുറച്ചൊരു ഉറക്കം എന്താ അങ്ങനെ ക്രിസ്മസ് കേക്ക് മുറിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്രിസ്മസ് സ്പെഷ്യലിന് ക്രീം കേക്കോ റെഡ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ റെഡ് വെൽവെറ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ ഒന്നും കാര്യമില്ല. മെയിനായിട്ട് വേണ്ടത് ഇവനാണ് ഡിമാൻഡ്. ഇതെന്തായാലും പ്ലം കേക്ക്. ഓക്കെ, അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഇരിക്കട്ടെ കേക്ക്. ഓക്കെ, അപ്പോൾ എൻജോയ്. ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ക്രിസ്മസിന് 2 ദിവസം മുന്നേ പുൽക്കൂടിൻ്റെ പണി തീർക്കണത്. ചെറിയ പുൽക്കൂട. സാധാരണ ക്രിസ്മസ് ആയാലും പുൽക്കൂടിൻ്റെ പണി തീരാറില്ല. നല്ലതാണ് സത്യം. റെഡിമെയ്ഡ് പുൽക്കൂടൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തു. ഇന്ന് വൈകിട്ട് നിങ്ങൾ ചെയ്യാൻ, അതായത് നമ്മുടെ പാത്തുകുട്ടീനെ കണ്ടിട്ട് കുറച്ച് കാലമായി നിങ്ങൾക്കറിയാം. ഇന്ന് വൈകിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ പുൽക്കൂടിൻ്റെ ആൾക്കാരുടെ അവസ്ഥ പരിതാപകരമെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ഇപ്പോൾ അന്നത്തെ ചെയ്യല്ല. അന്ന് മറ്റേ ചോറൂണ് വ്ളോഗിൽ കാണുന്ന കുട്ടിയല്ല ഇപ്പോൾ അവള് ഓടും, ചാടും, കടിക്കും, അടിക്കും, വലിച്ചെറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാഹുബലി സിനിമയിലുള്ള പോലെ നീ ചെയ്തത് തെറ്റെന്ന് പറഞ്ഞ പോലെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഫോട്ടോ വരെ കിട്ടിയായിരുന്നു. ഒരു ആട്ടിടേനെ അങ്ങ് തീർത്തു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കഴിഞ്ഞുള്ള അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പുൽക്കോടും ആട്ടേരൻ്റെ അവസ്ഥയും എല്ലാം കൂടി കാണിച്ചു തരാം. ഓക്കെ, ഡേറ്റ് നമ്മൾ നൈറ്റ് ഔട്ടിങ് പുറത്തേക്ക് പോകുന്നുണ്ട്. തൃശ്ശൂരങ്ങാടി കറങ്ങാൻ പോകുന്നുണ്ട്. ഒക്കെ പ്ലാനിങ്ങുള്ള. പിന്നെ നമ്മളൊരു സിനിമ കാണാൻ പോകുന്നുണ്ട്. രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഒന്ന് തെണ്ടി നടക്കണം, പട്ടീനെ നടത്തിക്കണം, അങ്ങനെ കുറച്ച് പേർക്ക് പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പുറത്തേക്ക് പോകണം. അതൊക്കെ ആ ടൈമൊക്കെ ആകുമ്പോൾ വരാം. ഉച്ചയ്ക്ക് പിന്നെ സാധാ ചോറും ചിക്കനും ബീഫൊക്കെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എൻ്റെ ബ്ലിപ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. അതും പറഞ്ഞ് ഞാൻ പോയിട്ട് അങ്ങോട്ടങ്ങ് കിടന്ന് ഉറങ്ങി. ഇപ്പോഴാണ് എണീക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആസ് പെർ ദ ഷെഡ്യൂൾ നമ്മൾ കറങ്ങാനൊക്കെയുള്ള ഒരു സെറ്റപ്പാണ്. ഞാൻ ഉച്ചയ്ക്കും പറഞ്ഞിട്ട് ഒരു 11:30 ടൈമായപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി. ഒരു 3:30 എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് സെറ്റാണ്. നമ്മൾ നേരെ പോകുന്നത് സിയുടെ അടുത്തേക്കാണ്, അവൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്, കൊട്ടേക്കാട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് അവരുടെ കൂടെ കാറിൽ നേരെ തൃശ്ശൂർ കറങ്ങും, സിനിമ കാണാൻ പോകും. പിന്നെ ബാക്കി കലാപരിപാടികൾ ആൻഡ് എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തട്ടെ. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഞങ്ങൾ പാത്തുനിന്ന് വിളിക്കാം. അപ്പോൾ സിയനെ കാണാം.
ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു 5:30-6:30 ഇപ്പം ഞാൻ അമ്മയുടെ വീട്ടിലെത്തി. പിന്നെ ഇവിടെ കണ്ട ഒരു കാഴ്ച വളരെ വ്യത്യസ്തമാണ്. വ്യത്യസ്തമല്ല, ദയനീയമാണ്. കാണിച്ചാൽ ഞാൻ ഒരു മിനിറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലത്തെ ക്രിസ്മസ് കൂട് വിത്ത് ട്രീ. ഇതിൽ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട്ടിൽ കിടക്കേണ്ടായിരുന്ന കർത്താവ് പുറത്തെത്തി. പിന്നെ ഔസേപ്പിതാവുണ്ട്. മാലാക വന്ന് കിടന്ന് ഉറങ്ങി ക്ഷീണിച്ചിട്ട്. യേശു ക്രിസ്തുവിന് ഔസേപ്പിതാവുണ്ട്, അച്ഛനുണ്ട്, പക്ഷെ അമ്മയില്ല. അമ്മ മിസ്സിങ് ആണ്. കുറേ ആടുകൾ കുറവുണ്ട്. പിന്നെ ഇത് ഇവിടെ എൻ്റെ തല തെക്കോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ കാണുന്നു, ഏകദേശം ഇതേപോലെ. ഇതൊക്കെ ചെയ്തത് ഇവിടുത്തെ വലിയൊരു പുള്ളിയാണ്. രാജാക്കന്മാർ 1, 2, 3 ഉണ്ട്. ഓക്കെ, രാജാക്കന്മാർ സേഫ്. 2 ആട്ടിടയനുണ്ട്. 3ാമത്തെ ആട്ടിടയൻ ഇവിടെ മിസ്സിങ്. എന്തായാലും കൊള്ളാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലത്തെ പുൽക്കൂട്. എൻ്റെ അവസ്ഥ, അമ്മയുടെ വീട്ടിലത്തെ പുൽക്കൂടിൻ്റെ അവസ്ഥ നിലവിൽ. ഇത് ചെയ്ത ആൾ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ഈ മുതലിനെ കണ്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ഈ മുതലിനെ? ഹലോ പാത്തു, ടാറ്റ കൊടുത്തേ, പവർ കൊടുത്തേ, പവർ പവർ പവർ. ആ പവർ മേടിച്ചോളൂ ഗൈസ്, പവർ മേടിച്ചോളൂ. പവർ കിട്ടിയേ. അവൾ പവറിൻ്റെ വലിയ ആളാണ്, എല്ലാവർക്കും പവർ വീതിച്ചു കൊടുക്കും. അപ്പോൾ നിലവിൽ കണ്ടത് ഇതാണ് അവസ്ഥ. പുൽക്കൂടിലെ മാതാവില്ല, ഔസേപ്പിതാവുണ്ട്. ഒരാട്ടിടേൻ ചത്തു, ഒരാട്ടിടേൻ്റെ പരടി ഒടിഞ്ഞിരിക്കുന്നുണ്ട്. പകുതി ആടുകൾക്ക് ഇവിടെ മറിച്ച് വിറ്റു എന്നൊക്കെയാണ്. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. കൊള്ളാം. നീ ചെയ്തത് തെറ്റ് അല്ലേ പാത്തു? പരടി ഒടിഞ്ഞു, പാവം ആട്ടിടെ. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. ഇനി ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പല ആൾക്കാർക്കും പല ഭാഗങ്ങൾ അംഗവൈകല്യം ഉണ്ടാവും, ഉറപ്പാ. ചിരിച്ചടി. അതന്നെ ശരി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ, വീട്ടിലത്തെ അവസ്ഥ. ഇനി നമ്മൾ അധികം വൈകിപ്പിക്കണില്ല, സമയം ഏറെക്കുറെ 8:30 കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോവാണ്. അതിനിടയിൽ എവിടെയൊക്കെ കറങ്ങാൻ നോക്കണ്ടാവും. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിട്ട് അവിടെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ സിനിമ കാണാനാണ് പോണത്. ഓൺ ദ വേ പറയാതെ സിനിമ. ഓക്കെ, ഇപ്പോൾ ഞാൻ, എൻ്റെ അനിയൻ, അമ്മ, ഇവള് പാത്തു, അച്ഛൻ, ആൻറ്റി, ഒരു അനിയത്തി. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ടാണ് പോണത്. ബാക്കി വിശേഷം ഓൺ ദ വേ പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ സിനിമയുടെ കേസ് പറയല്ലേ, നമ്മൾ നേര് കാണണം എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷെ നേര് കാണാൻ പറ്റിയില്ല, ഹൗസ്ഫുള്ളായി. അപ്പോൾ നമ്മൾ ഇനി സലാറ് കാണാനാണ് പോണത്. സ്ഥലം നമ്മുടെ ഗിരിജ തിയേറ്റർ, തൃശ്ശൂരിലെ ഗിരിജ തിയേറ്ററിൽ സലാറ് കാണാൻ വന്നേക്കാം. 10 മണിക്കാണ് ഷോ. 6 പേര്. ഓക്കെ, ഞാൻ മാത്രമല്ലത്. ആരാത്? സിയ. ഹായ്. പെട്ടെന്ന് കുറവുണ്ട്, പക്ഷേ ഇനി സിനിമ കാണാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ നീ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. സലാറ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോ സിനിമ റിവ്യൂ ചെയ്യണമെന്നില്ല. ആസ് പെർ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് സിനിമ കാണുന്നു. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകണം. സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗ് അവസാനിപ്പിക്കും. ഓക്കെ, അങ്ങനെ ആസ് പെർ സമയം 1:10 സലാറും കണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയ സുഹൃത്തുക്കളെ. ആസ് പെർ ഞാനൊരു മൂവി റിവ്യൂവർ അല്ലാത്തത് കൊണ്ടും അതിൻ്റെ മേഖല ഇല്ലാത്തത് കൊണ്ടും എനിക്കതിനെപ്പറ്റി ഒരു മാങ്ങാത്തുള്ളി അറിയാത്തത് കൊണ്ടും ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എങ്കിലും സിനിമ ഒരു പറയുകയാണെങ്കിൽ 5-6 സിനിമകളുടെ കോമ്പിനേഷനാണെന്ന് പറയാം. കുഴപ്പമില്ല, കണ്ടിരുന്നു. ഓക്കെ, പിന്നെ അപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞു, 26-ാം തീയതി അടുത്ത ദിവസം. സോ ക്രിസ്മസ് ദിവസത്തെ ഒരു വ്ളോഗ് പോലെ ആക്കി മാറ്റിയൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. പോയി കിടന്ന് ഉറങ്ങണം, നാളെ ഇനി വീട്ടിൽ പോകണം. ഓക്കെ, അപ്പോൾ ആ കാര്യം പറയുകൊണ്ട് ഈ വീഡിയോ എടുത്ത സിനിമ സുഹൃത്തുക്കളെ രാത്രി ആയതുകൊണ്ട് അധികം ഹൈപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മണി എവിടെയെങ്കിലുമൊക്കെ കാണും, അപ്ഡേറ്റ് വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നടിച്ചിട്ടിട്ടേക്കാം. അപ്പോൾ സൈനിങ് ഔട്ട്, ടി വ്ളോഗ്സ്.